ഉത്സവ ഘോഷയാത്രകളിൽ DJ വാഹനങ്ങൾക്ക് പൂട്ടുവീഴുന്നു. ഇവർ സൃഷ്ടിക്കുന്ന അമിത ശബ്ദത്തിനും വെളിച്ചത്തിനുമെതിരെ സംസ്ഥാന പോലീസ് മേധാവി കർശന നടപടിക്ക് ഉത്തരവിട്ടു. വിദ്യാർത്ഥികളുടെ പരീക്ഷാക്കാലം പരിഗണിച്ച് പഠനാന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള ഉച്ചഭാഷിണി പ്രയോഗം തടയാൻ എല്ലാ ജില്ലാ പോലീസ് മേധാവികൾക്കും കർശന നിർദ്ദേശം നൽകി. നിയമലംഘനം നടത്തുന്നവർക്കെതിരെ കേവലം നിസ്സാര പിഴയിൽ ഒതുങ്ങാത്ത നടപടികളാണ് നടപ്പിലാക്കാൻ പോകുന്നത്. നിയമം ലംഘിക്കുന്നവരുടെ ഉച്ചഭാഷിണികളും മറ്റ് ശബ്ദ ഉപകരണങ്ങളും അത് പിടിച്ചെടുക്കാൻ പോലീസിനും റവന്യൂ ഉദ്യോഗസ്ഥർക്കും അധികാരം നൽകി. ഗുരുതരമായ ലംഘനങ്ങൾക്ക് പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കും. ഇത് 5 വർഷം വരെ തടവിനും 1 ലക്ഷം രൂപ പിഴയും ചുമത്താം. രൂപമാറ്റം വരുത്തിയ DJ വാഹനങ്ങൾക്ക് മോട്ടോർ വാഹന വകുപ്പ് വഴി 10,000 രൂപ വരെ പിഴ ഈടാക്കാം. എസൻസ് ഗ്ലോബൽ സൈലൻസ് ദ നോയിസ് ക്യാമ്പയിനിന്റെ ഭാഗമായി എഴുകോൺ സ്വദേശി AS മനു നൽകിയ പരാതിയിലാണ് പോലീസിന്റെ ഈ നിർണായക ഇടപെടൽ. അന്യ സംസ്ഥാനങ്ങളിൽ, അതായത് കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും വൻതോതിൽ DJ വാഹനങ്ങൾ കേരളത്തിലെത്തുന്നു. അമിത ശബ്ദം കാരണം കൊട്ടാരക്കരയിൽ ഒരു വയോധികൻ കുഴഞ്ഞു വീണ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ എഴുകോണിൽ പിടികൂടിയ ഇത്തരം ലോറികൾക്ക് വെറും 1000 രൂപ പിഴ ഈടാക്കിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നിരുന്നു. ശബ്ദ മലിനീകരണത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. പല വാഹനങ്ങളുടെയും ശബ്ദം കാരണം ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടാകുന്നു. ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവർക്ക് ചെറിയ ശബ്ദം പോലും അസ്വസ്ഥതയുണ്ടാക്കും. ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ വലിയ ശബ്ദ കോലാഹലങ്ങളും മറ്റും ഉണ്ടാക്കുന്നത്. ഹൃദ്രോഗികൾ അടുത്തെങ്ങാനും നിന്നാൽ തീർന്നത് തന്നെ. പിന്നെ ഡെഡ് ബോഡിയുമായി പോകാം.